ഹലോ നമസ്കാരം, ഞാൻ ഫിജി തോമസ്. നമ്മൾ ഓണനാളുകളിലേക്ക് എത്തുകയാണ്. അതിനർത്ഥം നമ്മൾ ചിങ്ങത്തിൻ്റെ പുണ്യ ദിവസങ്ങളിലൂടെ പൊന്നിൻ ചിങ്ങത്തിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. എന്തായാലും ഓണം മലയാളികളുടെ പരമപ്രധാനമായ ഒരാഘോഷം. മലയാളികൾ എവിടെയുണ്ടോ അവിടെയെല്ലാം ഓണമുണ്ട് എന്നാണ് നമ്മൾ കാണാറുള്ളത്, അങ്ങനെയാണ് നമ്മൾ ആഘോഷിക്കാറുള്ളത്. അതിനിടയിൽ ചിലർ എല്ലാ കാലത്തും പറയാറുണ്ട്, ചിലരുടേതാണ് ഓണം, ചില ജാതി മതസ്ഥരുടേതാണ് ഓണം എന്നൊക്കെ പറഞ്ഞ് ചില കാര്യങ്ങൾ പലരും പറഞ്ഞു വെക്കാറുണ്ട്. പക്ഷെ അതൊന്നും യാതൊരു യാഥാർത്ഥ്യവുമില്ല എന്ന് സൂചിപ്പിക്കുന്നു ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയാൽ. അതായത് എന്തെങ്കിലും ഒരു സംഘടിത ശക്തിയുമായി ബന്ധപ്പെട്ടൊക്കെ ഇത്തരം ആക്ഷേപങ്ങൾ അല്ലെങ്കിൽ അവകാശവാദങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ നേരിടണം അല്ലെങ്കിൽ തള്ളിക്കളയണം, അതിൽ യാഥാർത്ഥ്യമുണ്ടോ എന്നൊക്കെ നമുക്ക് ഈ ഘട്ടത്തിൽ പരിശോധിക്കാം. എന്തായാലും ക്രൈസ്തവ സഭ ഈ ഓണാഘോഷത്തെ ക്രിസ്ത്യാനികൾക്ക് എന്ത് ഓണം എന്ന് ചോദിച്ചാൽ ക്രൈസ്തവ സഭ ചില കാര്യങ്ങൾ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. എന്തായാലും എല്ലാ വർഷവും ഏറെക്കാലമായി മലയാളികൾ ക്രിസ്ത്യാനികൾ എല്ലാം ഓണം ആഘോഷിക്കുന്നുണ്ട്. പക്ഷേ ക്രിസ്ത്യൻ സമൂഹത്തിന് തന്നെ ചില ചോദ്യങ്ങൾ ഇക്കാര്യത്തിൽ ഉയർന്നു വരുന്നു. അത് സഭ ആ ചോദ്യങ്ങൾ, വിമർശനങ്ങൾ കാണുന്നുണ്ട്, ആ പ്രബോധനങ്ങൾ സഭ കാണുന്നുണ്ട്. എന്താണ് വരുന്നത് എന്ന് നോക്കാം. ഈ അടുത്ത കാലത്തായി ക്രിസ്ത്യാനികൾ ഓണം ആഘോഷിക്കുന്നത് ശരിയല്ല എന്ന രീതിയിലുള്ള പ്രബോധനം ചില വചനപ്രഘോഷണ വേദികളിൽ നിന്ന് പോലും ഉയരുന്നു എന്നാണ് സഭ അറിയുന്നത്. ചില വചനപ്രഘോഷണ വേദികളിൽ നിന്ന് പോലും ഇത് ഉയരുന്നു. സഭ അക്കാര്യത്തിൽ അസ്വസ്ഥമാണ് എന്ന് പറയുന്നു. ഓണം ഇതരുടെ മതസ്ഥരുടെ ആഘോഷമാണെന്നും ക്രിസ്ത്യാനികൾക്ക് അതിൽ പങ്കില്ല എന്നുമാണ് ഇവർ പ്രചരിപ്പിക്കുന്നത് എന്ന് സഭ കാണുകയാണ്. ദൈവകൽപ്പനയുടെ ലംഘനമാണ് ഇതെന്നും ഇക്കൂട്ടർ വാദിക്കുന്നു എന്ന് സഭ കാണുകയാണ്. എന്തായാലും ഇത് സംബന്ധിച്ചൊരു ഓണം ക്രിസ്ത്യാനികൾ ആഘോഷിക്കേണ്ടതുണ്ടോ എന്നത് സംബന്ധിച്ച് ഒരു പ്രബോധനം സിറോ മലബാർ സഭ ഡോക്ടറൽ കമ്മീഷൻ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ഈ ഓഗസ്റ്റ് 18 തീയതി 2024 ഓഗസ്റ്റ് 18 ഈ ഒരു പ്രബോധനം പുറത്തുവിട്ടിരിക്കുന്നത്. നമുക്ക് ക്രിസ്ത്യാനികൾക്ക് അല്ലെങ്കിൽ സഭയ്ക്ക് ഓണത്തോടുള്ള കാഴ്ചപ്പാട് എന്ത് എന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പ് എങ്ങനെയാണ് ഇതര മതസ്ഥരുമായിട്ടുള്ള ക്രിസ്ത്യാനികളുടെ ബന്ധം എന്നത് സംബന്ധിച്ച് സഭ പറയുന്നത് എന്താണ് എന്ന് നോക്കാം. മറ്റു മതങ്ങളിൽ കാണുന്ന സത്യവും വിശുദ്ധവുമായ ഒന്നും കത്തോലിക്ക സഭ നിരസിക്കുന്നില്ല. സത്യവും വിശുദ്ധവുമായ ഒന്നും സഭ നിരസിക്കുന്നില്ല എന്ന് പറയുന്നു. മറ്റു മതങ്ങളിലെ പ്രവർത്തന രീതികളും പ്രമാണങ്ങളും സിദ്ധാന്തങ്ങളും കത്തോലിക്ക സഭ വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നതിൽ നിന്ന് വ്യത്യസ്തമാണെങ്കിലും അവ സഭയെല്ലാം ആത്മാർത്ഥമായ ബഹുമാനത്തോടെയാണ് നിരീക്ഷിക്കുന്നത് എന്ന് പറയുന്നു. കാരണം സർവ്വമനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന സത്യത്തിൻ്റെ രശ്മി അവയിലെല്ലാം പ്രതിബിംബിക്കുന്നുണ്ട് എന്ന് പറയുന്നു. തീർച്ചയായും മറ്റു മതങ്ങളെ അങ്ങനെയാണ് കാണുന്നത്. ഇതിൽ സർവ്വമനുഷ്യരും പ്രകാശിപ്പിക്കുന്ന സത്യത്തിൻ്റെ രശ്മിയെല്ലാം പ്രതിബിംബിക്കുന്നുണ്ട്. അതുകൊണ്ട് സഭ അത് ഉൾക്കൊള്ളുന്നു എന്ന് തന്നെയാണ് പറയുന്നത്. ഇനി ഞാൻ നേരിട്ടെത്തുകയാണ്. ഓണാഘോഷവും ക്രിസ്ത്യാനിറ്റിയും തമ്മിലാണ് എന്ത് പ്രാധാന്യം? മതാന്തരത്തിൻ്റെ സംവാദം എന്ന് പറയുന്നത് പോലെ തന്നെ മതാന്തരത്തിൻ്റെ സംവാദം എല്ലാ കാലത്തും ഉണ്ടാകണം എന്ന് സഭ പ്രത്യേകം പഠിപ്പിക്കുന്നുണ്ട്. നമുക്കെത്താം അതിലേക്ക് തന്നെ. ഓണം ഒരു സാംസ്കാരിക ആഘോഷം എന്നതിൽ യാതൊരു തർക്കവുമില്ല. കേരളീയർ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്, അങ്ങനെ മനസ്സിലാക്കാൻ കേരളീയർക്ക് പറ്റുകയുള്ളൂ. എങ്കിലും ഒരു മതവിശ്വാസത്തിൻ്റെ ആഘോഷമായി മനസ്സിലാക്കിയിട്ടല്ല ക്രൈസ്തവർ ഇത് ആഘോഷിക്കുന്നതും. ഓണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിലുള്ള ഓണസദ്യയും ഓണക്കളികളും പൂക്കളങ്ങളും വടംവലി മത്സരങ്ങളും മുതലായ മത്സരങ്ങൾ, പുലിക്കളിയും എല്ലാം ഈ സാംസ്കാരിക ആഘോഷത്തിൻ്റെ ഭാഗം തന്നെയാണ്, യാതൊരു സംശയമില്ല. മനുഷ്യർ തമ്മിൽ സ്നേഹവും സൗഹൃദവും സന്തോഷവും പ്രകടമാക്കുന്ന ഒരു ആഘോഷം എന്നതിനപ്പുറത്തേക്ക് വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഒരു വ്യാഖ്യാനം ക്രൈസ്തവർ ഓണത്തിന് നൽകുന്നില്ല എന്ന് ഈ ലേഖനം എടുത്തു കാട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സാംസ്കാരിക ആഘോഷം എന്ന രീതിയിൽ ഓണം ആഘോഷിക്കുന്നത് തെറ്റാണെന്ന് പറയാൻ സാധിക്കുകയുമില്ല എന്ന് പറയുന്നു. സാംസ്കാരിക ആഘോഷം എന്ന നിലയിൽ ഓണത്തെ വളരെ പ്രസക്തമായി തന്നെ കാണുകയാണ്. മതസൗഹാർദ്ദത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും പ്രതീകമായി ഓണാഘോഷത്തെ കാണാൻ നമുക്ക് സാധിക്കട്ടെ എന്നാണ് ഈ ഒരു ലേഖനം പഠിപ്പിക്കുന്നത്, ഈ പ്രബോധനം പഠിപ്പിക്കുന്നത്. വിശ്വാസ സംബന്ധമായ ഒരു വ്യാഖ്യാനവും ക്രൈസ്തവർ ഓണാഘോഷത്തിന് നൽകേണ്ടതില്ല. ഒരു സാംസ്കാരിക ആഘോഷം എന്ന നിലയിലാണ് ഇക്കാലം അത്രയും ഓണം നാം ആഘോഷിച്ചിട്ടുള്ളത്. ഇനിയും അപ്രകാരമാണ് വേണ്ടത് എന്നാണ് പറയുന്നത്. ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തിൻ്റെയോ ജാതിയുടെയോ ആഘോഷമായിട്ടല്ല, സകല മനുഷ്യരും ആഗ്രഹിക്കുന്ന സത്യത്തിലും സ്നേഹത്തിലും നീതിയിലും അടിസ്ഥാനമിട്ട മാനവ സമൂഹം വളർത്തിയെടുക്കുന്നതിനുള്ള പ്രചോദനമാണ് ഓണാഘോഷം. അതുകൊണ്ട് തന്നെ മനുഷ്യർ തമ്മിലുള്ള സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും പ്രതീകമായി ഓണാഘോഷത്തെ നമുക്ക് മനസ്സിലാക്കാം. ഒരുപക്ഷെ ക്രിസ്ത്യൻ സഭ ഇത്തരത്തിൽ ഒരു പ്രബോധനം
പുറത്തു വിട്ടാലും പുറത്തു വിട്ടില്ലെങ്കിലും എങ്ങനെയാണ് ക്രിസ്ത്യാനികൾ ഈ ഓണാഘോഷത്തെ കാലങ്ങളായി കണ്ടുകൊണ്ടിരുന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നും ഒരു സാംസ്കാരിക ഉത്സവം എന്ന നിലയിൽ, മലയാളികളുടെ ഉത്സവം എന്ന നിലയിൽ എല്ലാവരും ചേർന്ന് ഓണം ആഘോഷിക്കുകയാണ്. ഒരുപക്ഷെ ക്രിസ്ത്യാനികളുടെ വിശ്വാസങ്ങൾക്ക്, രീതികൾക്കും പ്രവർത്തനങ്ങൾക്കും ആഘോഷങ്ങൾക്കും ഒപ്പം സഭ ചിന്തിച്ചു വരുന്നു എന്ന് പറഞ്ഞാൽ പോലും തെറ്റില്ല എന്ന് പറയാം. അല്ലെങ്കിൽ സഭ ഇത് എങ്ങനെ ഓണം ആഘോഷിക്കണം എന്ന് വിശ്വാസി സമൂഹത്തെ പറഞ്ഞ് മനസ്സിലാക്കുകയല്ല, അതിനപ്പുറം വിശ്വാസികളുടെ സഭാംഗങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് സഭ കൂടുതൽ അടുക്കുന്നു ഇതിനോടൊക്കെ എന്ന് ഒരു തരത്തിൽ പറയേണ്ടി വരും. അതാണ് സംഭവം.